അല്ലാഹുവേ, ഇതിലെന്തെങ്കിലും ഒരു ഹയറുണ്ടെങ്കിൽ നീ ഇതൊന്ന് നടത്തി തരണം. എന്തേ മോനെ, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഫോട്ടോയിൽ കണ്ടത്ര ഗ്ലാമർ ഒന്നുമില്ലമ്മ നേരിട്ട് കാണുമ്പോ. അതൊക്കെ ഈ പറഞ്ഞ ഫോണിന്റെ ട്രിക്സാ. ആരെയും ഗ്ലാമറായി ഫോട്ടോ എടുക്കുക. എനിക്ക് ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അങ്ങനെ തന്നെ ആണല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇതിലും വേറെ ഇന്നലെ കണ്ട യൂസുഫായുടെ മകൾ തന്നെ. എനിക്ക് ഓള് മതി. ഈ എന്താ പറയണത്? ഖാദർബായിന്റെ കുടുംബം തന്നെ നല്ല ദീനുള്ള കുടുംബമാണ്. അവരുടെ സംസാരത്തിൽ അത് പ്രകട. മൊഞ്ചൽപ്പം കുറഞ്ഞു വെച്ചിട്ട് നിനക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം തരാൻ ഒരു ദീനുള്ള പെണ്ണിനെ കഴിയൂ? മൊഞ്ചിലല്ല, സ്വഭാവത്തിലാണ് ആ കാര്യം. ഇനിയൊന്നും പറയണ്ട, ഞാൻ അവളെ ഇഷ്ടപ്പെട്ടോ ഇത് പറഞ്ഞു. ഇല്ല പാപ്പ, എനിക്ക് മനസ്സിന് തീരെ ഇണങ്ങിയിട്ടില്ല. എനിക്കല്ല പെണ്ണ്, അല്ലാതെ പാപ്പക്കല്ലല്ലോ. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണ് സമ്മതം മൂളിയത്. പിന്നെ ദീനും മറ്റുള്ളതും അതൊക്കെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തോളാം. എനിക്ക് യൂസുഫായുടെ മകൾ സജന മതി. മോനെ, അല്ല, ഈ പെണ്ണുങ്ങളെ കുറ്റം പറയാന്നല്ലാതെ എന്റെ മുഖത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് നീ നോക്കിക്കണോ? ആ മുടിയൊന്ന് വെട്ടി മനുഷ്യക്കൊലത്തിൽ നടക്കാൻ വേണ്ടി ഇയാ കേട്ടോ? ഞാൻ എങ്ങനെയാ കേൾക്ക? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ ഉമ്മ ഉണ്ടല്ലോ കൂടെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാനിപ്പോ മുടി നീട്ടിയങ്ങളെ പ്രശ്നം എന്റെ ഉപ്പ പണ്ട് നമ്മുടെ പ്രവാചകന്മാർ വരെ വലിയ നീളത്തിൽ മുടി നീട്ടിയെന്നാ പറഞ്ഞു കേട്ട്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെറുതെ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാ. അല്ല, നമ്മൾ ഖുർആനിലെ ഹദീസിലോ പറഞ്ഞോ മുടി നീട്ടുന്നത് തെറ്റാന്ന്? നിന്നോട് മത്സരിക്കാൻ ഞാനില്ല. എനിക്ക് ഖാദർബായിനെ പണ്ടേ അറിയാം. നല്ല ദീനുള്ള കുടുംബമാണത്. ഞാൻ കരുതി നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് പറയാ അവരോട്? പാവം ഖാദർബായി, വയസ്സുമായി, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ശരീരം തളർന്ന ആ മനസ്സിലേക്ക് ഇതുപോലുള്ളൊരു മറുപടി താങ്ങാനാവോ? നീ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ വിളിച്ചു പറഞ്ഞാളാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന്. ഞാനിനി ഏതായാലും നിന്റെ കാര്യത്തിന് ഇടപെടുന്നില്ല. അല്ല പിന്നെ അല്ല ഉസ്മാനെ, ഇപ്പൊ ഇന്റർനെറ്റ് വഴിയല്ലേ കല്യാണമൊക്കെ നടക്കുന്നത്. അനക്ക് വല്ല കോളും ഒക്കെ ഉണ്ടോ? ആര് പറഞ്ഞ്? നല്ല ബന്ധം ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഉസ്മാനെ വിളിക്കും. പിന്നെ അത് നല്ല ഗംഭീരായി നടത്തി കൊടുക്കുകയും ചെയ്യും. ആ ഫോണ് ഫൈസലാ. ഹലോ, ആ ഫൈസലേ, അസ്സലാമലൈക്കും. വാലേക്കും സലാം. ഉസ്മാൻ കാ, എനിക്ക് നമ്മൾ ഇന്നലെ കണ്ട കുട്ടിയെ ഇഷ്ടായിട്ടില്ല. നമുക്ക് ആ യൂസുഫായുടെ മകള് ഇവന്റെ ഒരു ബ്രോക്കർ പണി എന്തേലാവട്ടെ. ഈ എന്ത് വർത്താനാ പറയുന്നത്? ഓരോട് ഇഷ്ടാണെന്ന് പറഞ്ഞിട്ട്. ആര്? ഞാൻ പറഞ്ഞ അങ്ങോട്ട് ഇഷ്ടാണ്. ഉപ്പല്ല പറഞ്ഞ്. എന്നിട്ടിപ്പോ ഞാൻ പഠിച്ചോനെ, ഞാൻ ഓരോട് എന്താ പറയാ? എന്ത് പറഞ്ഞാ ഒഴിവാക്കുക? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ എന്താച്ചാ ചെയ്. ഒരു കാര്യം ചെയ്യാം, നമ്മക്കൊള്ളോട് ഒരു 50 പവൻ ചോദിക്കാം. ഖാദർബായിക്ക് അത്രയൊന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ സ്വയം അയാൾ തന്നെ അങ്ങോട്ട് പിന്മാറിക്കോളും. ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്നും അറിയാം. എന്താച്ചാ ചെയ്തോളി. ഉപ്പാക്കൊരു ഫോണ്. ആരാ മോളെ? ഉസ്മാൻ ഖാൻ തോന്നുന്നു. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്മാനെ, കാദർക്ക, നമുക്കിപ്പം വന്ന കേസുണ്ടല്ലോ, അത് നടക്കാൻ സാധ്യല്ലോ. വേറൊന്നല്ല, ഓലിപ്പോ 50 പവനൊക്കെ ചോദിക്കുന്നത്. നമ്മളത് എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ കാദർക്ക? അതുകൊണ്ട് നമുക്കത് ഒഴിവായിക്കാളാം. അതാ നല്ലത്. അതിലും നല്ല ബന്ധം നമുക്കുണ്ടാവുന്നത്. പിന്നെ ഉസ്മാനിൽ അല്ല ഉസ്മാനെ, ഇതും കൂടെ മുടങ്ങിയ ഞാൻ എന്റെ മോളെ മൂത്ത് എങ്ങനെയാ നോക്കുക? എന്ത് വന്നാലും വേണ്ടില്ല. ചെക്കൻ എന്റെ മോളെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് 50 പവനല്ലേ, അത് ഞാൻ എവിടുന്നെങ്കിലും ഉണ്ടായി കൊടുത്തോളാം. അല്ല, ഇത് നല്ലോണം ആലോചിച്ചിട്ടാണോ നിങ്ങൾ പറയുന്നത്? ഇത്രമാത്രം പണം നിങ്ങൾ എവിടെ നിന്നുണ്ടാക്കാനാ? എല്ലാം നടക്കും. അള്ളാഹു വലിയവനാ. അവൻ ഒരു വഴി കാണിച്ചു തരും.